ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഒരു വീഡിയോയുടെ ഇൻട്രോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഉത്തരായൻ്റെ സമയത്ത്, അതായത് മാർച്ച് 14th ആ ഒരു ടൈമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 13th നമ്മളിവിടുന്ന് പോയി, 12th നമ്മളിവിടെ അയ്യപ്പ പൂജയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 13th രാവിലെ നമ്മൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 13, 14 2 ദിവസത്തെ ട്രിപ്പായിരുന്നു, ഒരു വൈൽഡ് ലൈഫ് ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ആണ് ഞാനിപ്പോൾ പറയുന്നത്. വേറെ ദിവസം ഞാൻ ഇൻട്രോ എടുക്കുന്നത് അന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിലപ്പം ഒരു വീഡിയോയിലല്ല 2-3 വീഡിയോസ് ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ വീഡിയോയ്ക്കകത്ത് വരുന്ന അത്രയും അല്ല നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് 2-3 വീഡിയോയുടെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് രാവിലെ നമ്മൾ 3 പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല. ആക്ച്വലി അജുവേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് കാരണം അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അവരുടെ ഒരു പരിചയക്കാരുടെ എന്താ പറയുക കെയർ ഓഫിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവരുടെ അവർക്ക് ബർത്ത്ഡേ ട്രീറ്റ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ രാവിലെ ആദ്യക്കൂട്ടം എന്തിനോ പിണങ്ങിയിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പം ഞങ്ങൾ ബറൂച്ചിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ബറൂച്ച് എത്താറ് ആദ്യം ബറൂച്ചിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വേണ്ടിട്ട് നമുക്ക് അവരെയും കൊണ്ട് പോകാം. അവരെയും വിളിച്ചിട്ട് അവരുടെ കാറിലാണ് നമ്മൾ പോയത്, നമ്മുടെ കാർ അവിടെ വെച്ചിട്ട്. അപ്പോൾ രാവിലെ എനിക്ക് തലവേദന എടുത്തിട്ടായിരുന്നു, ചായ വീട്ടിലുണ്ടാക്കാൻ സമ്മതിച്ചില്ല ചേട്ടൻ. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നാണ് ചായ കുടിച്ചത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ട്രിപ്പ് തുടങ്ങുകയാണ്. എല്ലാവരും ഉണ്ടാച്ചിട്ടുണ്ട്, കൂട്ടുകാരനും വൈഫൊക്കെ ഉണ്ട്. ഹായ് പറഞ്ഞേ അതി, ഹായ് പറഞ്ഞേ. ഐശ്വര്യക്ക് ഹായ് बोलना. आरू एक हाय तो बोलो, एक हाय बोलो ना. അപ്പോൾ ആളിച്ചിരി ഒരു നാണം കുണുങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരുടെ അടുത്തും ഹായ് ഒക്കെ പറയാൻ പറഞ്ഞൊക്കെ ഹായ് ഒക്കെ പറയിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. വീഡിയോ ഹായ് പറഞ്ഞേ, വീഡിയോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തു. അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കഴിച്ച വീഡിയോയും എനിക്ക് അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവളുടെ ഫോണിലെടുത്തത്. അപ്പോഴേക്കും അത് മിസ്സായിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് വലിയൊരു കാട്ടിനകത്തായിട്ടാ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. അപ്പോൾ അങ്ങനെ ഇതൊരു സത്യം പറഞ്ഞൊരു ഫോറസ്റ്റ് ആട്ടോ. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, സർക്കാരിൻ്റെ ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇവിടെ കുറേ ടെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് പ്ലേസാണെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു ഇവിടെ, നമുക്ക് നല്ല ഇഷ്ടമായി, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു. ഇവിടെ ക്യാമ്പ് ഫയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട്. ട്രക്കിങ് കാര്യങ്ങൾ എല്ലാം ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നു. ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്തു. പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് കിട്ടില്ല. ഒരു എമർജൻസിക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഫോണിൽ കംപ്ലീറ്റ്ലി ഡെഡായിരിക്കും നെറ്റ്വർക്ക്. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നല്ലാണ്ട് വേറെ നമ്മൾ പറയില്ലേ നല്ലോണം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരാളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ ടെൻഷനൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് പോയിട്ട് ഒരാളുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി സ്ഥലമായിരുന്നു. പോകുന്ന വഴിയാണെങ്കിലും ശരി കേട്ടോ, അതുപോലെ ഫുള്ളും കാട് എന്തൊക്കെ പിടിച്ചിട്ടൊരു സ്ഥലമാണ്. ശരിക്കും വൈൽഡ് ലൈഫ് ഏരിയയാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആനിമൽസ് കാര്യങ്ങൾ അങ്ങനെയുള്ളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ കാട്ടുകുറുക്കൻ, അതുപോലെ തന്നെ മാന്, വേറെന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരുപാട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കോട്ടേജ് എന്ന് പറയുന്നത് ചെറിയ വുഡിൻ്റെ കോട്ടേജ് അല്ല, വേറെ കോട്ടേജ്, വലിപ്പമുള്ള കോട്ടേജ് ആയിരുന്നു. അപ്പോൾ അതിൽ താഴെ ബെഡ് കാര്യങ്ങൾ, ഒരു കബോർഡ് ഉണ്ടായിരുന്നു, ബാത്റൂം നല്ല വലിയ ബാത്റൂം ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വെക്കാനാൽ പ്ലെയിൻ ഹാളായിരുന്നു. അപ്പോൾ അവർ ലഗേജൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, അജുവേട്ടനും കൂട്ടുകാരനവരൊക്കെ. അപ്പം കൂട്ടുകാരൻ്റെ വൈഫ് അവൾ വാഷ്റൂമിൽ പോയിട്ടുണ്ട്, കുട്ടികളൊക്കെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വഴിയെ കാണാം. നല്ല അടിപൊളി റൂംസാട്ടോ. അതെ, ഇതാണ്. ഹായ് ഐഷു. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫ്രഷ് ആവട്ടെ, നമുക്ക് വഴിയെ കാണാം.
അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി അവൾ തേപ്പിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തെ രാവിലത്തെ ആ ഒരു വെപ്രാളത്തിലും പകുതി ഉറക്കപ്പിച്ചിലും തലേദിവസം നമ്മൾ അയ്യപ്പ പൂജയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 2 മണിക്ക് വന്നിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ വീണ്ടും എണീറ്റു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉറക്കക്ഷീണം എല്ലാം കൂടെ ആയപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവളുടെ വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവൾ തേപ്പിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് 2 ബിരിയാണിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ ബിരിയാണി കുട്ടികൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. ഇനി ജസ്റ്റ് നമുക്ക് ചുറ്റിക്കറങ്ങാൻ പോവാം. അങ്ങനെ ഒന്ന് ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് വന്ന ശേഷം നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ വന്ന ശേഷം നമ്മൾ ആദ്യം വിചാരിച്ചു ചായ കുടിക്കാൻ പോകാമെന്ന്. പിന്നെ വിചാരിച്ചു അല്ല, കുട്ടികൾ ഗെയിം സോൺ വരുമ്പോഴേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അതിനോടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ എന്താ പറയുക നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഗെയിം സോണിലേക്ക് പോയി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങി എഴുന്നേറ്റ് മൂഡിൽ അങ്ങനെ വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ക്രീം ഇടുക, തല കഴിച്ച് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. വെറുതെ ഒന്ന് കൈ കൊണ്ട് തല ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഇവർ ഗെയിമൊക്കെ കുട്ടികൾ രണ്ടുപേരും ഭയങ്കര വാശി ചെയ്തു ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ നിന്ന് ഗെയിം കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് ഫ്രഷായി വന്ന് തലയൊക്കെ കെട്ടി അത്യാവശ്യം ഇച്ചിരി സ്കിൻ്റെ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടുള്ള ക്രീമും കാര്യങ്ങളൊക്കെ പുരട്ടിയിട്ട് പിന്നെ ഞാനും തിരിച്ചു വന്നു. അന്നേരം ഈ പറഞ്ഞ ഇച്ചിരി ഒരു ക്ഷീണം വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു സൈഡിൽ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്കേജാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഗെയിംസിൻ്റെ. അങ്ങനെ അവർ ഗെയിമിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ അവർ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കി ആദ്യം. അതുപോലെ തന്നെ ആരും കൂടെ. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. നീല നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ താനെ മാറിയൻ ലോകവും എൻ്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിന്നിതാ നിന്നിലെന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നിൻ എഞ്ചിൽ തൊട്ടില്ലേ ജീവനേനും ക്ഷമിക്കണ ഗൈസ്, മിക്കവാറും ലിറിക്സും ലൈൻസൊക്കെ തെറ്റാണ്. അങ്ങനെ ഞങ്ങൾ അവർ പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ ഇങ്ങനെ വെള്ള ബനിയനിട്ടിട്ട് ഓറഞ്ച് കളർ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ കോമഡിയും ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നന്നായിട്ട് കുറേ നല്ല നല്ല നിമിഷങ്ങളായിരുന്നു. നമുക്ക് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഒഫീഷ്യലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും നമുക്കതെല്ലാം നമ്മൾ മറക്കുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഐഷു അവളുടെ സ്കൂളിൽ നിന്നുള്ള ടീച്ചറാണ്. അപ്പോൾ ആളുടെ സ്കൂളിലത്തെ ഏതൊരു ടീച്ചർ ഇതുപോലെ ഒരു മാഡം സ്നാക്സൊക്കെ അവർ വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് കുറേ ചിപ്സ് വേഫേഴ്സൊക്കെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മേടിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഒന്നും വാങ്ങിക്കേണ്ട, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അവർ ടീച്ചർ തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ട്രിപ്പിന് പോകുമ്പോൾ ഒന്നുമില്ല. പിന്നെ കുറേ വേഫേഴ്സ് അവളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ കുറേ ടൈം അങ്ങനെ നമുക്ക് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നെക്സ്റ്റ് വൈകുന്നേരം എന്താ പറയുക നെക്സ്റ്റ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചടി, ചപ്പാത്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ വെളിയിൽ ഫുട്ബോൾ കളിക്കായിരുന്നു കേട്ടോ. ആദ്യം അവരെല്ലാവരും കൂടെ അവർക്ക് ഭയങ്കര അവൻ്റെ വണ്ടിയിലൊരു ഫുട്ബോൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഭയങ്കര കളിയിലായിരുന്നു, ഭയങ്കര ഫുട്ബോൾ കളിയിലായിരുന്നു അവർ. അങ്ങനെ നന്നായിട്ട് അവരും കുട്ടികളെല്ലാവരും കൂടെ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയർ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് അവർ വടിയൊക്കെ കൊണ്ട് തന്നിട്ട് ചെറുതായിട്ട് അവർ കത്തിച്ച് തന്നു. പിന്നെ അത് അവർ പോയി അതിനുശേഷം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ തന്നെ അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതും ഒരു എൻജോയ്മെൻ്റൊക്കെ ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നമ്മൾ അതൊക്കെ കത്തിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്
ഇങ്ങനെ നമ്മൾ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കണ്ണനായിരുന്നു ഊതി കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി പിന്നെ ഇരുട്ടായി. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ഓരോരോ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. നമ്മുടെ അപ്പുറത്തും ഒരുപാട് ആൾക്കാർ, ഫാമിലി ഫ്രണ്ട്സ് ഒത്തിരി പേരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അവരുടെയൊക്കെ കാണുമ്പോൾ. ഞങ്ങൾ ഇത്ര പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് മുട്ട മേടിച്ചുകൊണ്ടുവരാൻ, മുട്ട വേണോ ആർക്കെങ്കിലും എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രാത്രി വെളിയിൽ ഇറങ്ങാനുള്ള ഇതില്ല 6 മണി കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ഗൈഡ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കൊണ്ടുപോകും. सारी चकोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया केसरिया तेरा इश्क दिया रंग जाऊं जो मैं हाथ लगाऊं. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നല്ല ഫാസ്റ്റാക്കി ഇടുന്നത് ബിക്കോസ് അതായത് നമ്മുടെ കൂടെ അവരും ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ, സ്റ്റാഫ്സും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ലെപ്പേടിനെ കണ്ടാൽ നമ്മൾ വീഡിയോ എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് ഒരിക്കലും നമ്മളത് ഇടരുത്, കാരണം മീഡിയാസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രം ഞാൻ ഇടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ പാട്ട് പാടിയും ഡാൻസ് കളിച്ചിട്ടും കുട്ടികളുടെ എൻജോയ്മെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കുറേ ഇരുന്നു. കുറച്ചിനിപ്പം ഇവർ റെസ്റ്റോറൻറ്റിൽ ഫുഡ് മേടിക്കാൻ പോയി. അങ്ങനെ ഞാൻ കുറച്ച് നേരം തണുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ഇച്ചിരി അവിടെ കിടന്നു. എനിക്ക് പെട്ടെന്ന് തണുപ്പ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ വേഗം ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ കയറി കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഐഷുവാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞു ഫ്രണ്ട്സ്. കഴിഞ്ഞപ്പോഴാണ് ഫുഡിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് കിച്ചടി, പപ്പടം, ഫ്ലവർ സബ്ജി, ഇടിച്ച മുളകിൻ്റെ ചമ്മന്തി, കടി. കണ്ടാ ഇരുന്ന് കയറ്റുവാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. ഇതാ ക്യാരറ്റ് ഒപ്പം ചെയ്യേണ്ട ഗ്ലാസ്. ഇത് മുട്ട ബുർജിയാട്ടോ, ഇത് ചപ്പാത്തി. പിന്നെ ഇത് മോരായിരുന്നു കേട്ടോ, ചാസായിരുന്നേ. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പിള്ളേരും ഞാനും കഴിച്ചു കഴിഞ്ഞു. ബാക്കി ഇവരൊക്കെ ഇരുന്ന് കഴിക്കുന്നേ ഉള്ളൂ. ഞാനും ആദ്യം ആരും കഴിച്ചു. ഇനി ഇവരൊക്കെ ഉള്ളൂ ബാക്കി. അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ കിടന്നു. ഒരു 12 o'clock ആയി കാണും. അപ്പം ഞങ്ങൾ കിടക്കുവാണ്. അപ്പോൾ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Good night.